ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു സിമ്പിൾ പെയിൻറ്റിങ് ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. സാധാരണ ഞാൻ പെയിൻറ്റിങ്ങിൻ്റെ ലോങ് വീഡിയോ ചെയ്യുമ്പോൾ വോയിസ് ഓവർ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ ചെറുതായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഗോഷ് പെയിൻ്റാണ് കേട്ടോ. ആക്ച്വലി ഞാൻ ഗോഷ് എന്നൊന്നും പറയാറില്ല, ഞാൻ ഗൗച്ചി പെയിൻറ്റ് എന്നാണ് പറയാറ്. പക്ഷെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെയല്ല അതിൻ്റെ യഥാർത്ഥ പ്രൊണൗൺസിയേഷൻ. സോ ഗോഷ് പെയിൻറ്റ് വെച്ചിട്ട് ഒരു പെയിൻറ്റിങ് ചെയ്യാം കേട്ടോ. ഇനി ഇതും അല്ല പ്രൊണൗൺസിയേഷൻ എങ്കിൽ അത് കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ ആദ്യം ഗോഷ് പെയിൻറ്റ് ഇല്ലാത്തവർ ആക്രിലിക് എടുത്താൽ മതി കേട്ടോ. എടുക്കേണ്ട കളേഴ്സ് എന്ന് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് ഗ്രീൻ, പിന്നെ വയലറ്റ് ഓർ പർപ്പിൾ. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ബ്ലാക്ക് കളർ എടുത്തിട്ട് ഞാൻ ഇതിൽ വരച്ച പോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കുക. ഓക്കെ, ശേഷം ആക്രിലിക് ആണെങ്കിൽ സാപ്പ് ഗ്രീൻ എടുക്കുക. ആ സാപ്പ് ഗ്രീൻ പോലെയുള്ള കറക്റ്റ് ഗ്രീൻ നമുക്ക് ഈ ഗോഷ് പെയിൻറ്റിലും കിട്ടും, അതെടുക്കുക. അതിന് ശേഷം അത് ഡയറക്റ്റായിട്ട് ഇതുപോലെ ഓരോ പ്ലാന്റിൻ്റെ ഓരോ തണ്ട് പോലെ ഇങ്ങനെ വരച്ചെടുക്കുക. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ സാപ്പ് ഗ്രീനിൽ കുറച്ച് യെല്ലോ മിക്സ് ചെയ്യുമ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ വരും. അത് ഈ ഒരു പ്ലാന്റിൻ്റെ തണ്ടിൽ എല്ലാ തണ്ടിലും കൊടുക്കണ്ട, ഒന്നിടവിട്ടിട്ട് ആ ഒരു ലൈറ്റ് ഗ്രീൻ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം വയലറ്റ് ഓർ പർപ്പിളിൻ്റെ ഏറ്റവും ഡാർക്കായിട്ടുള്ള, ഇപ്പം ഡാർക്കായിരിക്കും, നമ്മളൊന്നും മിക്സ് ചെയ്തിട്ടില്ലോ, ആ വയലറ്റ് എടുത്തിട്ട് ഇതുപോലെ കൊടുക്കുക, ഫ്ലവർ വരച്ച് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ആ വയലറ്റിൽ നിങ്ങൾ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്യുക, കുറച്ച് വൈറ്റ്. അപ്പോൾ അതിൻ്റെ ലൈറ്റ്, ആ പർപ്പിൾ അല്ലെങ്കിൽ വയലറ്റിൻ്റെ ഒരു ലൈറ്റ് വയലറ്റ് നമുക്ക് കിട്ടും. നല്ലോണം വൈറ്റ് കൊടുക്കരുത് കേട്ടോ, ബിക്കോസ് നമുക്ക് കുറേ ലെയർ ചെയ്യാനുള്ളതാണ്. അങ്ങനെ ആ ലൈറ്റ് വയലറ്റ് ഇതുപോലെ, അതായത് നിങ്ങളുടെ അടിയിൽ കൊടുത്ത ഡാർക്ക് കുറച്ച് കാണാൻ വേണം, അതുപോലെ കൊടുക്കുക, ഞാൻ ഈ ചെയ്ത് കൊടുക്കുന്ന പോലെ. ഓക്കെ, അതിനുശേഷം ആ വയലറ്റിൽ കുറച്ചും കൂടെ വൈറ്റ് കൊടുത്താൽ കുറച്ചും കൂടെ ലൈറ്റ് വയലറ്റോ പർപ്പിൾ കിട്ടും. അത് നമ്മൾ ജസ്റ്റ് മുഴുവനായിട്ടും കൊടുക്കാതെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഓരോ ഡോട്ട് പോലെ കൊടുക്കുക. ഓക്കെ, ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഡയറക്റ്റ് നിങ്ങൾ വൈറ്റ് എടുത്തിട്ട് കുറച്ച് ഡോട്ടുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലവർ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാം. അതുപോലെ തന്നെ ഈ ഗോഷ് പെയിൻറ്റ് വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിട്ടുള്ളൊരു പെയിൻറ്റിങ് നമുക്ക് കിട്ടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കുറേ കമൻറ്റ്സ് വരാറുണ്ട്, പെയിൻറ്റിങ്ങിൻ്റെയും വോയിസ് ഓവർ ചെയ്തിട്ട് ലോങ് വീഡിയോ ഇടാമോ എന്ന്. അപ്പോൾ ഒരു ലോങ് വീഡിയോ ഇട്ട് നോക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം പറയണം. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണെന്നും കൂടെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി വരച്ചും കൂടെ നോക്കണം കേട്ടോ.